റിലേഷൻഷിപ്പുകൾ. നമ്മളെല്ലാവരും നല്ല റിലേഷൻഷിപ്പുകളിൽ പെടുന്നവരും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പലതരത്തിലുള്ള പാഠങ്ങൾ നമുക്ക് ലഭിച്ചവരും തിരിച്ചറിവുകൾ ഉണ്ടായവരും ഒക്കെ ആയിരിക്കാം. നല്ല റിലേഷൻഷിപ്പുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയായിരുന്നു: ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ടതായി മാറുന്നത് എന്താണെന്ന് അറിയാമോ എന്നതായിരുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതിനുത്തരം എന്ന് പറയുന്നത് ഫൈൻഡിങ് പീപ്പിൾ വിത്ത് പ്യുവർ ഇന്റൻഷൻസ്, അതായത് സതുദ്ദേശത്തോടു കൂടിയുള്ള മനുഷ്യരെ നമുക്ക് കണ്ടെത്താനാണ് ഈ ലോകത്ത് ഏറ്റവും പ്രയാസം. ഏറ്റവും വലിയൊരു ടാസ്കും അത് തന്നെയാണ്. ഏറ്റവും നല്ല മനുഷ്യരെ അല്ലെങ്കിൽ നല്ല ഹൃദയത്തോടു കൂടിയ സതുദ്ദേശത്തോടു കൂടിയ ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കാനും എങ്ങനെ കഴിയും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എടുത്തുചാടി ആരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കാത്ത കാരണം. പക്ഷെ ഇങ്ങനെ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ആ ഒരു പദം മുതലാക്കുന്ന ആൾക്കാരുമുണ്ട്. റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കമ്മിറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് റിസ്ക് കൂടുന്നത്, അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി അതോടൊപ്പം കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കാതെ തന്നെ വളരെ എല്ലാവരെയും ഒരു ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ടുള്ള കരങ്ങളും ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട്. 2015 ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രമായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ചിത്രം. 3 വ്യത്യസ്തരായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് ആ സിനിമയുടെ കഥ പറഞ്ഞു പോയത്. അതിലൊരു മനുഷ്യന്റെ നിസ്സഹായതയും അതുപോലെ തന്നെ അയാളുടെ തിരിച്ചറിവുകളും പിന്നീട് അയാളുടെ ജീവിതം ആസ്വദിക്കാനായി തിരഞ്ഞെടുക്കുന്ന വഴികളും ഒക്കെ തന്നെ വളരെ പ്രസക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ചിത്രം എടുത്തിട്ട് 9 വർഷങ്ങൾ കഴിയുന്നു. നമുക്ക് പറയാം കാലത്തിന് മുന്നേ ഒരുപക്ഷെ സഞ്ചരിച്ച ആ ചിത്രം എന്നുള്ളത്. അതിൽ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയുമാണ്. ആ ഒരു ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ചിത്രത്തിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. കാക്കയുടെ വിശപ്പും മാറി പശുവിന്റെ കടിയും മാറി എന്ന പഴഞ്ചൊല്ല് അങ്ങനെ ഇവിടെ അനർത്ഥമായിരിക്കുന്നു. ഞാൻ ജീവിതം ആസ്വദിച്ചു. കേട്ടല്ലോ അല്ലേ? ഈ ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചിലരെ ആശ്രയിക്കുന്നവരുണ്ട്. അത് കഴിയുമ്പോൾ കറിവേപ്പില പോലെ നമ്മളതിനെ വലിച്ചെറിയുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് ഇല്ലാത്ത ബന്ധങ്ങളാണ് പലരും ആഗ്രഹിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായും നിങ്ങളെ ഉപേക്ഷിക്കും. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള റിലേഷൻഷിപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരവും ഇത് തന്നെയാണ്. കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. എന്തായാലും നല്ല റിലേഷൻഷിപ്പ് ഉള്ളവർ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഹൃദയമുള്ളവരെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇനി ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. അങ്ങനെ ഒരു വ്യക്തി വരാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അത്തരത്തിലുള്ള നല്ല വ്യക്തികളെ ലഭിക്കട്ടെ. ഈ വ്യക്തികളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാക്കാനും ഒപ്പം തന്നെ നിങ്ങൾക്കൊരു വഴികാട്ടിയായി ജീവിത അവസാനം വരെ കൂടി സഞ്ചരിക്കാനും ഒക്കെ തന്നെ നിങ്ങളുടെ ഒരു ശക്തിയായി നിഴലായി നിങ്ങളോടൊപ്പം ഉണ്ടാകാനും സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന്റെ പേരിലും വേദനിക്കാതെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് കാണാം മറ്റൊരു കോണ്ടന്റുമായി മറ്റൊരു വീഡിയോയിലൂടെ.